അപ്പോൾ അടുത്ത ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലോപിത്താൾസ് റൂൾ ഉപയോഗിച്ച് ചെയ്ത ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് 0/0 ആൻഡ് ഇൻഫിനിറ്റി ഫോംസ് ആയിരുന്നു. Now here sometimes we get an indeterminate form 0 into infinity when we look for limit of functions. It is indeterminate forms of type. That consider this problem. Find the limit x tends to 0 plus x into natural logarithm of x. ഇവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ ആസ് എക്സ് ടെൻസ് ടു 0 പ്ലസ് രണ്ട് ഫങ്ഷൻസ് ആണ് ഇവിടെ, എക്സ് ആൻഡ് എൽ ആൻഡ് എക്സ്. അപ്പം എക്സ് ഫസ്റ്റ് ഫങ്ഷൻ എക്സ് ടെൻസ് ടു 0 ആൻഡ് ആസ് x tends to 0 plus what happened to ln x, we know that the graph of ln x, while ln1 is 0 and 1 ന് മുകളിലോട്ടുള്ള എല്ലാ x വാല്യൂസിനും ln x ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നതാണ്. ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ 0 and 1 ln x is നെഗറ്റീവ് ആൻഡ് ടെൻസ് ടു 0 ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിങ്ങനെ മൈനസിലേക്ക് അടുക്കുന്നതായിട്ട് കാണാം. ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ln x ടെൻസ് ടു മൈനസ്. ഇതൊരു ഫോം 0 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ആണ്. ഇതെങ്കിൽ ലെഫ്റ്റിൽ വളരെ ചെറിയൊരു വാല്യൂയിലേക്ക് എക്സ് കൊണ്ടുപോകുന്നു. ഇത് ln x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 മൈനസ് ഇൻഫിനിറ്റി മൈനസ് നെഗറ്റീവ് സൈൻ മാത്രം മാറ്റിയിട്ടാലും മതി. അപ്പോൾ 0 മറ്റേ ഇൻഫിനിറ്റി എന്നുള്ളത് ആലോചിച്ചാലും മതി. അല്ലെങ്കിൽ ഇത് 0 ഇവിടെ കൊണ്ടുപോയി മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും, പിന്നെ മാറ്റിയാൽ ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വലിയ വ്യത്യാസങ്ങളാണ് ഇതിനകത്തുള്ളത്. വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരിക്കലും നമുക്ക് 0 ടൈംസ് വന്നു അതുകൊണ്ട് 0 എന്ന് പറയാൻ കഴിയില്ല. കാരണം ബിക്കോസ് ln x ഈസ് മൈനസ് ഇൻഫിനിറ്റി. അവിടെ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇതിനെ, ഇതേത് ഫോമാണ്, ഈസ് ഫോം ഫസ്റ്റ് 0 സെക്കൻഡ് മൈനസ് ഇൻഫിനിറ്റി, ഇങ്ങനെ അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എഴുതിയാലും മതി. ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന കേസ് 0യും ഇൻഫിനിറ്റിയും വലിയ വ്യത്യാസങ്ങളാണ്. ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന കേസിൽ നമുക്കിതിനെ നമ്മുടെ പഴയ ഫോമായ ഫോം 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലോട്ടോ ചേഞ്ച് ചെയ്യാൻ കഴിയും. പിന്നെ ലോപിത്താൾ റൂൾ ഉപയോഗിച്ച് പഴയ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഫോം 0 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ആണ്. ഇതിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ln x മുകളിൽ നിർത്താം. ഒരു അറേഞ്ച്മെന്റ് ആലോചിക്കുക. എക്സിനെ നമുക്ക് 1/x എഴുതാം. അപ്പോൾ ഇത് എക്സ് ln x നെ നമ്മളൊന്ന് റീറേറ്റ് ചെയ്തു, ln x by 1/x. അപ്പോൾ ഇപ്പോൾ ഇത് ഏത് ഫോമാണ്? മുകളിൽ നമ്മൾ പറഞ്ഞ പോലെ ആസ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ആണ്, ln x ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഫോം മൈനസ് ഇൻഫിനിറ്റി ഓർ ഇൻഫിനിറ്റി എഴുതിയാലും മതി. by 1/x. as x tends to 0 plus 1/x tends to 1/x, x tends to 0 1/x ന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ബട്ട് x tends to 0 പ്ലസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 1/x tends to large quantity. 1/x tends to plus infinity. Therefore ln x as a function numerator and 1/x as denominator. Then as x tends to 0 plus 1/x tends to plus infinity. Okay, form infinity by infinity ആയി. അപ്പോൾ നമുക്ക് അവിടെ ലോപിത്താൾസ് റൂൾ അപ്ലൈ ചെയ്യാം. Limit x tends to 0 plus take the derivatives of numerator and denominator separately. Derivative of ln x is 1/x and derivative of 1/x is minus 1/x square. Then we can simplify this. എന്നിട്ട് നമുക്ക് ഫോം ആലോചിക്കാം. limit x tends to 0 plus 1/x into minus x square. x tends to 0 plus 0 ആവുന്നില്ല, 0ലേക്ക് അടുക്കുന്ന രണ്ട് ക്വാണ്ടിറ്റീസ്. Therefore it is x minus x, that is minus x. Okay, ഇവിടെ പ്രശ്നം ഉണ്ടാവത്തില്ല. Therefore it is 0 എന്ന് മനസ്സിലാവും. x is 0, x is x0. ഓക്കെ, ഇവിടെ ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ലിമിറ്റ് x tends to 0 plus x into 1/x വന്നാൽ ഇവിടെ രണ്ട് ഫംഗ്ഷനാണ് നമ്മളുടെ. ആസ് x tends to 0 പ്ലസ് ദിസ് ഫസ്റ്റ് ഫംഗ്ഷൻ x tends to 0 ആൻഡ് 1/x tends to പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ കാണുന്നതാണ്
0 ടൈംസ് എനിത്തിങ് അതിവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് തെറ്റ് പറ്റും. ഇത് എക്സ് ടെൻസ് ടു 0 നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് 0യിലേക്ക് പോകുന്ന ഒരെണ്ണം 1/x ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇനി അറ്റം മറ്റൊരെണ്ണം. അവിടെ 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലേക്ക് അത് പോയാൽ അത് തെറ്റാണ്. ലിമിറ്റ് എക്സ് 0 പ്ലസ് എക്സ് 1/x is ആക്ച്വലി നമുക്ക് 0 ആയതുകൊണ്ട് 0 ആവുന്നില്ല, 0യിലേക്ക് അടുക്കുന്നു എന്ന് പറയുന്നു. രണ്ട് ഒരേ ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ എക്സ് ബൈ എക്സ് ക്യാൻസലേഷൻ നടക്കും. therefore the value is 1. ആൻഡ് മറ്റൊരെണ്ണം ശ്രദ്ധിക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു നമ്മളിപ്പോൾ ഈ കണ്ടതുപോലെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/x ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 1/x വന്നാലും ഇവിടെ നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് 0 പറയാം. കാരണം എന്താ ചോദിച്ചാൽ ഇത് ഫാസ്റ്റിൽ എക്സ് സ്ക്വയർ 0യിലേക്ക് പോകുന്നുണ്ട്. അപ്പം വളരെ ഫാസ്റ്റ് 0 സ്ക്വയർ വരുന്നുണ്ട്. ബട്ട് നേരിട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇവിടെയും എക്സ് ടെൻസ് ടു 0, ഇപ്പോൾ എക്സ് ടെൻസ് ടു 0, ഇവിടെയും എക്സ് ടെൻസ് ടു 0, ഓരോന്ന് ടെൻസ് ടു 0. അപ്പം കുഴപ്പമില്ല, ഇത് 1/x ടോട്ടലി ആണ് ടെൻസ് ടു ഇൻഫിനിറ്റി. എക്സ് ടെൻസ് ടു 0 വി ക്യാൻ ക്യാൻസൽ, ഒരേപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. therefore it is ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് എന്ന് പറയാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എക്സിന് എക്സ് സ്ക്വയർ വന്നതുകൊണ്ടാണ് അത് അങ്ങനെ ഫാസ്റ്റ്ലി 0യിലേക്ക് പോയത്. അപ്പോൾ ഇതെന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു 1/x. ആക്ച്വലി ഇറ്റ് ഈസ്, അപ്പോൾ ഇത് കുറച്ച് സ്ലോയിലാണ് 0യിലേക്ക് പോകുന്നത് മനസ്സിലാക്കാം. എന്നാലും നമ്മൾ ക്യാൻസലേഷൻ ആലോചിക്കുമ്പോൾ ഇത് 0യിലേക്ക് പോകുന്നു, 0യിലേക്ക് അടുക്കുന്നു, ഇത് 0യിലേക്ക് അടുക്കുന്നു, ഒരേപോലെ. therefore റൂട്ട് എക്സ് ഇൻറ്റു 1/x, റൂട്ട് എക്സ് ഇൻറ്റു 1/x ഈസ് എക്സ് റേസ് ടു 1/2/x എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എക്സ് റേസ് ടു 1/2 ഇൻ ദിസ് വേ. അപ്പോൾ 1/√x ആൻഡ് വെൻ എക്സ് ടെൻസ് ടു 0 പ്ലസ് ദിസ് ടെൻസ് ടു പ്ലസ്. ഇതാണ് അതിന്റെ കറക്റ്റ് വാല്യൂസ് പറയുന്നത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു π/4 1 minus tan x into c2x. ഓക്കെ, ഇത് ഏത് ഫോമാണ് ആലോചിക്കാം. ആസ് എക്സ് ടെൻസ് ടു π/4 ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് തിരിച്ചറിയാം, 1 minus tan x and c2x. ആസ് എക്സ് ടെൻസ് ടു π/4 1 minus tan x tends to 1 minus tan π/4. It is tan π/4 1. Therefore, it is 1 minus 1 0. That is as x tends to π/4 1 minus tan x tends to 0, and sec2x is sec2x tends to sec2 into π/4. X tends to π/2 cos x tends to 0, and then sec x tends to infinity. Therefore, sec2 into π/2 tends to infinity. Okay. Then it is in the form 0 into infinity. It is form 0 into infinity. Therefore, നമ്മൾ ആദ്യം കണ്ട 0/0യോ ഇൻഫിനിറ്റി ഫോമിലേക്കോ ഇതിനെ മാറ്റാം. നേരത്തെ നമ്മൾ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റിയിലേക്ക് മാറ്റി. ഇവിടെ ശ്രദ്ധിച്ചാൽ sec2x is 1 by cos 2x. Therefore, ഇതിനെ 1 minus tan x by cos 2x എന്ന് എഴുതി നോക്കുക. And it is of the form നേരത്തെ ഇവിടെ കണ്ടതുപോലെ as x tends to π/4 1 minus tan x tends to 0 and cos 2x cos 2 into π/4 cos π/2 that is 0 from 0/0യിലേക്ക്. അപ്പോഴും നമുക്ക് ആദ്യം ഭാഗങ്ങൾ പറഞ്ഞതുപോലെ ഇതിൽ ലോപിത്താൽ റൂൾ ഈ 0/0 ഫോമിൽ ഉപയോഗിക്കാം. അപ്പോൾ ലിമിറ്റ് x tends to π/4 ലോപിത്താൽ റൂൾ അനുസരിച്ച് differentiate numerator and denominator separately, then 1 minus tan x. Derivative of 1 minus tan x is 1 derivative 0 minus tan x, that is 6 square x divided by
Derivative of cos 2x is minus sin 2x into derivative of 2x, that is 2. Minus 2 sin 2x. Then minus cancellation report minus 1 by minus 1. Then as x tends to pi by 4, what happened to sec square x? Sec square pi by 4 എന്ന് വരും. And we know that sec pi by 4 is cos pi by 4 is 1 by root 2. Therefore, sec pi by 4 is root 2. Therefore, it is 2. And as x tends to pi by 4, sin 2x tends to sin 2 into pi by 4. That is sin pi by 2. It's equal to 1. Therefore, substitute this. Limit x tends to pi by 4 minus by minus 1. 1 by 2 into sec square is pi by 4 is 2. And sin 2 into pi by 4, sin pi by 2, that is 1. Therefore, it is 1. Okay. അപ്പോൾ 0 into infinity ഫോം വരുന്നതിനെ നമുക്ക് നമ്മുടെ പഴയ 0/0 ഫോമിലേക്കോ infinity/infinity ഫോമിലേക്കോ മാറ്റി ലോപിത്താൾസ് റൂൾ അനുസരിച്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. തേർഡ് പ്രോബ്ലം, ഫൈൻഡ് limit x tends to plus infinity x into sin pi by x. Two functions x and sin pi by x. Here as x tends to infinity, and directly this x tends to infinity, and then sin pi by x. അതിനെ ഒരു കാര്യം ആലോചിക്കണം. as x tends to infinity, what happen to pi by x? Pi by x tends to 0. Then sin pi by x tends to sin 0 equal to 0. Okay. That is, it is of the form infinity into 0. The first function x tends to infinity as x tends to infinity. And sin pi by x tends to 0. Therefore, ഇതിനെ നമ്മുടെ പഴയ ഫോമുകളിലേക്ക് ആക്കാൻ ശ്രമിക്കുക. ഫോം 0/0 or form infinity/infinity. Then നേരത്തെ നമ്മൾ x ln x ചെയ്ത പോലെ x ആവുമ്പം 1/x നമ്മൾ താഴെ പോവാം. അപ്പോൾ എക്സിനെ നമുക്ക് അതുപോലെ by 1/x എഴുതാം. ഇപ്പം ഏത് ഫോമായി? sin pi by x കാര്യം പറഞ്ഞു, 0യിലേക്ക് മാറാം. as x tends to infinity, 1/x tends to 0. Now it is of the form 0/0. Therefore, it is limit x tends to plus infinity. Use L'Hopital rule. What is the derivative of sin pi by x? A function of a function കൂടെ വരും. Or cos pi by x into derivative of pi by x. Pi is constant, then minus pi by x square. Pi into minus 1 by x square. Divided by derivative of 1 by x is minus 1 by x square. Okay. Then cancellation possible. Minus 1 by x square, minus 1 by x square. Then remaining pi as a constant. Then limit x tends to plus infinity cos pi by x. Then as x tends to infinity, pi by x tends to 0. Therefore, cos pi by x tends to cos 0. That is 1. Therefore, it is pi into 1. Hence the answer pi. Okay. Next problem നോക്കുക. Find limit x tends to pi minus, that is the limit from the left side of pi, x minus pi product with the tan half x. There are two functions.
Then as x tends to pi minus, what happened to x minus pi? Tends to 0. What happened to tan x by 2? Tan pi by 2 become tan pi by 2 is sin pi by 2 by cos pi by 2. Sin pi by 2 is 1. Cos pi by 2 tends to 0 then. Therefore it is to infinity. That is, it is of the form 0 into infinity. Okay. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. Limit x tends to pi minus x minus pi into tan half x is sin x by 2 അങ്ങനെ എഴുതാം. Sin by cos. Sin x by 2 by cos x by 2. Now, in the numerator നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. Limit x tends to pi minus x minus pi into ഇത് ഒരുമിച്ച് എടുക്കാം. Sin x by 2. Okay. By cos x by 2. Then numerator ശ്രദ്ധിച്ചാൽ as x tends to pi minus x minus pi tends to 0, sin pi by 2 is 1. Therefore, totally the numerator tends to 0 and cos pi by 2. That is also 0. Okay. Then apply the L'Hopital rule. That is limit x tends to pi minus. The numerator പ്രത്യേകം ചെയ്യണം, പക്ഷേ പ്രോഡക്റ്റ് റൂളിൽ വരും. x minus pi into derivative of sin x by 2. That is 1 by 2 into cos x by 2 plus ഇത്രയാണ് ഡെറിവേറ്റീവ് അവിടെ വന്നത്. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് എക്സ് മൈനസ് ബൈ ഡെറിവേറ്റീവ് 1 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ എടുക്കുക sin x by 2 divided by derivative of cos x by 2 that is minus 1 by 2 sin x by 2. Okay. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. ഇൻഡിറ്റർമിനറ്റ് ഫോം ആണെന്ന് ശ്രദ്ധിക്കാം. As x tends to pi, x minus pi tends to 0. അപ്പോൾ 0 into 1 by 2 cos pi by 2 that is 0 plus sin pi by 2 that is 1 divided by minus 1 by 2 into sin pi by 2 that is 1. Therefore it is 1 by minus 1 by 2 that is minus 2. Okay. ഇതുപോലെ മറ്റു പല ഫോംസും ഇനിയുണ്ട്, ഇൻഡിറ്റർമിനറ്റ് ഫോംസ് ഓഫ് ദ ടൈപ്പ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫോം ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ഇൻഡിറ്റർമിനറ്റ് ഫോംസ് ഓഫ് ടൈപ്പ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ഇതും ചില സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്ലസ് ഇൻഫിനിറ്റി മൈനസ് പ്ലസ് ഇൻഫിനിറ്റി ആവാം, പ്ലസ് ഇൻഫിനിറ്റി മൈനസ് മൈനസ് ഇൻഫിനിറ്റി ആവാം, അതേതായാലും പ്ലസ് ഇൻഫിനിറ്റി പ്ലസ് പ്ലസ് ഇൻഫിനിറ്റി ആവാം. അങ്ങനെയുള്ള ഏത് ഫോമിലും ഇത് ഇൻഡിറ്റർമിനറ്റ് ഫോം ഓഫ് ടൈപ്പ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന് നമ്മൾ എഴുതും. ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോബ്ലം. Limit x tends to 0 plus 1 by x minus 1 by sin x. Then this is form 1. As x tends to 0 plus 1 by x tends to plus infinity. For first term infinity minus as x tends to 0 plus sin x tends to 0. Therefore this 1 by sin x tends to plus infinity. For infinity minus infinity. Then നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇതിനെ നമ്മുടെ ലോപിത്താൾ റൂൾ ഉപയോഗിക്കുന്ന ഫോം 0 by 0 ഓർ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഈ ഫോമുകളിലേക്ക് മാറ്റാൻ കഴിയണം. ഇവിടെ ഇപ്പോ ഡിനോമിനേറ്റർ ഉള്ള കേസ് ആയതുകൊണ്ട് LCM വഴി നമുക്ക് ആലോചിക്കാം. ലിമിറ്റ് x to 0 plus what is the LCM? x into sin x, the denominator. Then 1 by x ന്റെ പ്ലേസിൽ
sin x minus x. പ്രശ്നമില്ല, നമ്മളുള്ളത് sin 0 minus 0 0 താഴെയും 0. That is, it is of the form 0 by 0. പഴയ ഫോമിലേക്ക് മാറി. Then we can use L'Hopital rule. Limit x tends to 0 plus derivative of the numerator, that is cos x minus 1. Denominator വരുമ്പോൾ ഒരു product rule വരും. First function x into derivative of the second cos x plus derivative of first into second. Okay. Then as x tends to 0, this cos x tends to cos 0, that is 1 minus 1. Numerator 0. Denominator വിനൊരു ക്വാണ്ടിറ്റി നോൺ സീറോ വന്നു കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് പറയാം. ബട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുക, ഇവിടെ ഫസ്റ്റ് ടൈം x tends to 0 ഇത് 0 ആയി പോകും, sin 0 0 ആയി പോകും. അതുകൊണ്ട് ഡിനോമിനേറ്ററും 0 ആണ്. Again it is in indeterminate form. Therefore, again use L'Hopital's rule for this function cos x minus 1 by x cos x plus sin x. But what is the derivative of cos x minus 1? That is minus sin x minus 0. Okay. ഇവിടെ വീണ്ടും product rule വരും. X into cos x. First function into x into derivative of cos x, that is minus sin x plus cos x into 1. Okay, ഇത്രയും വരും. Plus, what is the derivative of sin x? It is cos x. Okay. Then it is simplify. Limit x tends to 0 plus minus sin x divided by denominator minus x sin x plus 2 cos x. ഇനിയും 0 കൊടുത്ത് നോക്കാം. ന്യൂമറേറ്ററിൽ sin 0 0ലേക്ക് പോകും. ഡിനോമിനേറ്ററിലെ ഫസ്റ്റ് ടേം 0 ആവും, ബട്ട് സെക്കൻഡ് ടേം 2 ആണ്. അതുകൊണ്ട് ഇൻഡിറ്റർമിനേറ്റ് ഫോം അല്ല. It is minus sin 0, that is 0 by denominatorലെ 0 plus 2 into 1. Okay. Therefore it is 0. Then I was find limit x tends to 0, x tends to 0 plus 1 by x minus 1 by e raised to x minus 1. What is the form? When applying x tends to 0, the first term 1 by x tends to, as x tends to 0 plus 1 by x tends to infinity minus as x tends to 0 plus e raised to x tends to e raised to 0. What is e raised to 0? That is 1. From denominator 1 minus 1 ലേക്ക് പോകുന്നു. Therefore the total tends to infinity. Then ഇപ്പോൾ ഉടനെ L'Hopital rule പറ്റില്ല. 0 by 0 ലേക്കോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയിലേക്കോ മാറ്റണം. നേരത്തെ പറഞ്ഞ LCM ഡിനോമിനേറ്റർ എന്താണ്? x into e raised to x minus 1. ഫസ്റ്റ് ഇവിടെ e raised to x minus 1 ആവും, മൈനസ് ഇവിടെ x ആവും. ഓക്കെ. then ഇത് ഏത് ഫോമാണ്? as x tends to 0, e raised to x minus 1 tends to e raised to 0 minus 1, that is 1 minus 1 tends to 0, this tends to 0. Therefore, the numerator 0 ലേക്ക് മാറി, denominator product എടുക്കുമ്പോൾ 0 ലാണ്. Form 0 by 0. Therefore, we can use L'Hopital rule and limit x tends to 0 plus derivative of the numerator e raised to x minus 1, e raised to x minus derivative of 1 is 0 minus x and derivative 1 by denominator product rule
First function x, second function derivative e raised to x minus 1 derivative e raised to x minus 0 plus derivative of x, that is 1, into second function e raised to x minus 1. Simplify the limit x tends to 0 plus e raised to x minus 1 by here e raised to x in a രണ്ട് terms under x e raised to x and e raised to x, or it is x plus 1 into e raised to x. ഇവിടെ 0 ആണ് അടുത്ത ടൈം, ഇവിടെ പക്ഷേ ഒരു മൈനസ് 1 ഉണ്ട്. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ന്യൂമറേറ്ററിൽ e raised to x minus 1 tends to 0. ഡിനോമിനേറ്ററിൽ 0, ഇത് 1 ആവും, e raised to 0, 1 വരും, 1 minus 1, 0. Again it is of the form 0 by 0. And again use L'Hopital's rule. This limit x tends to 0 plus derivative of numerator e raised to x minus 1 derivative e raised to x minus 0. Denominator ഇവിടെ ഒരു product rule വരും, x plus 1 into derivative of e raised to x plus derivative of x plus 1, 1 into e raised to x minus 1 derivative 0. Then പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാം. e raised to x e raised to 0 ലേക്ക് പോവും. Therefore totally 1 ആവും. താഴെ 0 plus 1, 1 വരും, e raised to 0 1 ആവും, plus അടുത്ത ടൈം 1 into e raised to 0, that is again 1. So it is 1 by 1 plus 1, it is 2. So the final answer is 1 by 2. Okay. Next question, third problem ആയിട്ട് limit x tends to plus infinity root of x square plus x minus x. Then ഇതേത് ഫോം ആണ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ as x tends to infinity x square plus x polynomial ആണെന്ന് അറിയാം. Tends to infinity, therefore root x square plus x tends to infinity and x tends to infinity. Therefore it is form infinity minus infinity. Then L'Hopital rule direct ഉപയോഗിക്കാൻ പറ്റില്ല. Then ഇതിനെ ചേഞ്ച് ചെയ്യണം, ലിമിറ്റ് x tends to plus infinity. ഇതിനെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഒരു കോഞ്ചുഗേറ്റ് ഫോം എടുത്ത് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എക്സ് ഇവിടെയുണ്ട്. അതിനോടൊപ്പം ഇതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാക്കി ക്യാൻസലേഷൻ പറ്റുന്ന രീതിയിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ഓക്കെ, ദെൻ ഒരു ചെറിയ മാറ്റം ഉണ്ടാവുമല്ലോ. ന്യൂമറേറ്ററിൽ എന്താണ് സംഭവിക്കുന്നത്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോം, therefore എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, then root x square plus x square is x square plus x minus x into x, that is minus x square, divided by root of x square plus x. Okay. Then cancellation. ഇപ്പോൾ ഇതേത് ഫോമാണ്? മുകളിൽ ഇൻഫിനിറ്റി, താഴെ ഇൻഫിനിറ്റി. Therefore ഇതിന് സിംപ്ലിഫൈ ചെയ്ത ഫോം ഒന്ന് എഴുതിയേക്കാം. ലിമിറ്റ് x tends to plus infinity x by root of x square plus x plus x. ഇതിപ്പോ നമ്മൾ ആദ്യം ഭാഗത്ത് പറഞ്ഞ L'Hopital rule ഉപയോഗിക്കാവുന്ന ഒരു ഫോമിലേക്ക് മാറി, ഫോം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം ശ്രദ്ധിക്കുക. റൂട്ട് ഓഫ് പോളിനോമിയൽസ് മൈനസ് ഒരു പോളിനോമിയൽ വരുമ്പോൾ ഇതുപോലെ കോഞ്ചുഗേറ്റ് ഫോം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക മുകളിലും താഴെ. Then it is equal to limit x tends to plus infinity x by ഒരു ഡിനോമിനേറ്റർ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഇവിടുന്ന് ഒരു x കോമൺ എടുക്കാം. then x into ഈ റൂട്ടിൽ നിന്ന് x എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ഇവിടെ നമുക്ക് x എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ നാം x സ്ക്വയർ എടുക്കാം. ദാറ്റ് ഈസ് ഈ റൂട്ട് x സ്ക്വയർ പ്ലസ് x ഉണ്ടല്ലോ. റൂട്ട് x സ്ക്വയർ പ്ലസ് എക്സില് അവിടെ റൂട്ട് x സ്ക്വയർ എടുക്കാം. x സ്ക്വയർ എടുത്താൽ 1 പ്ലസ് 1 by x. അപ്പോൾ റൂട്ട് x സ്ക്വയർ എക്സിന് വെളിയിൽ വരും. ദെൻ റൂട്ടിനകത്ത് പിന്നുള്ളത് എന്താണ്? 1 പ്ലസ് 1 by x പ്ലസ് x എടുത്തുകൊണ്ട് 1 ആണ്.
and s tends to infinity, that quantity are the same quantities, therefore we can divide, therefore limit x tends to infinity, it is 1 by root of 1 plus 1 by x plus 1, and as x tends to infinity, we know that 1 by x tends to 0, therefore it is 1 by root of 1 plus 0 plus 1, that is 1 by 2. Okay,